എൻ്റെ പേര് അനന്തരാമൻ ചേനപ്പാടി. ചേനപ്പാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തറവാട്ട് പേരാണ്. ശ്രീപുരം ദേവീക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പം ഞങ്ങളുടെ ചേനപ്പാടി കുടുംബത്തിൻ്റെ ഒരു ക്ഷേത്രമാണിത്. അതായത് എൻ്റെ ഒരു അമ്മൂമ്മ, ഗ്രാൻഡ് ഫാദറിൻ്റെ സഹോദരി മീനാക്ഷി എന്ന് പറയും. അപ്പം അവരിവിടെ താമസിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അന്നത്തെ കാലത്ത് ചെറുപ്പത്തിലെ വിവാഹം ചെയ്തു പോകും. ശൈശവ വിവാഹമായിരുന്നു. അപ്പം അവർ മങ്കൊമ്പിൽ അവിടുത്തെ ഒരു സമ്പന്നമായിട്ടുള്ളൊരു ബ്രാഹ്മണ കുടുംബത്തിലെ ഒരു പയ്യനാണ് വിവാഹം ചെയ്തത്. അപ്പം ഈ ശൈശവ വിവാഹം കഴിഞ്ഞാലും പ്രായപൂർത്തിയായതിനു ശേഷം അവർ പിന്നെ വീട്ടിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കെ കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിലോട്ട് ഭർതൃഗൃഹത്തിലോട്ട് പോയിട്ടേ ഇല്ല. അപ്പം ഒരു ഏതാനും മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പയ്യൻ മരിച്ചു. എന്തോ ഒരു തീരാവ്യാധി വന്ന് മരണപ്പെട്ടു. അപ്പോൾ അത് കാരണം ഈ പറഞ്ഞ മുത്തശ്ശിക്ക് അങ്ങോട്ട് പോകാനും പറ്റിയില്ല. അവർ ഇവിടെ ഇരുന്നു സഹോദരൻ്റെ കൂടെ. സഹോദരൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ. അപ്പം അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വസൂരി പിടിപെട്ടു. വസൂരി ദീനം പിടിപെട്ടാൽ അന്നത്തെ കാലത്തേക്ക് ചികിത്സയൊന്നുമില്ല. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മരിച്ചു പോകും. അപ്പോൾ ഈ പുള്ളിക്കാരത്തി ഞങ്ങളുടെ തറവാടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു ചാവടിയുണ്ട്. ആ ചാവടിയിൽ ഇങ്ങനെ കിടത്തിയേക്കുക. ഒരു കാവൽക്കാരനും ഇട്ടിട്ടുണ്ട്. അനക്കമില്ലാതെ ഇങ്ങനെ കിടക്കുക. ഏത് സമയം മരിക്കും എന്നുള്ള അവസ്ഥയിൽ കിടക്കുക. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാവിലെ എന്തോ ഒരു ഞരക്കം കേട്ടപ്പോഴത്തേക്ക് ഈ കാവൽക്കാരന് ജനൽപ്പാളി തുറന്നകത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവർ എഴുന്നേറ്റിരുന്നിട്ട് പറയുകയാണ്, മധുര മീനാക്ഷി എനിക്ക് പ്രത്യക്ഷമായിട്ട് വന്നിട്ട് എൻ്റെ മേലും മുഴുവൻ ഈ തടവി, ഈ ആര്യവേപ്പില കൊണ്ട് തടവി, മോൾക്കൊരാപത്തും വരികയില്ല, നീ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് അവർ അവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ പറയുക. ഉടനെ എല്ലാവർക്കും വലിയ അത്ഭുതമായി. എല്ലാവരും വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. അത് കഴിഞ്ഞ് അവർ വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച് കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഈ ക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കുറിയന്നൂരിനും പറഞ്ഞൊരു മഠം ഉണ്ടായിരുന്നു. ആ മഠം ഇപ്പം വിറ്റുപോയി. അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഇളയ ബ്രദറെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ കുറച്ചാളിരിക്കാനും പറഞ്ഞ് അങ്ങോട്ട് പോയി. അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവരിങ്ങനെ ദിവസവും ഇങ്ങനെ ശ്രീചക്രം വരയ്ക്കും. ഒരു പലകയിൽ വരച്ചിട്ട് അവിടെ ഇരുന്നുണ്ട് ഭജനകളൊക്കെ പാടും, ഓരോ കീർത്തനങ്ങളൊക്കെ പാടും. അപ്പോൾ അത് കേൾക്കാനായിട്ട് ധാരാളം ആൾക്കാർ, ഈ ചുറ്റുവട്ടാരത്തിലുള്ള ആൾക്കാരൊക്കെ അവിടെ ചെല്ലും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവരുടെ കടവിൽ ഒരു വള്ളം വന്നെടുത്തു. ഒരാൾ ഒരു വിഗ്രഹം അവർക്ക് കൊണ്ട് കൊടുത്തു. അത് ശരിക്കൊരു സരസ്വതിയുടെ വിഗ്രഹമായിരുന്നു. അപ്പോൾ അതൊരു അത്ഭുതം പോലെയാണ് അവരുടെ കയ്യിലെത്തിച്ചിരുന്നത്. അവരത് വെച്ചിട്ട് പിന്നെ ആരാധിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാർ അവർ എല്ലാവരും കൂടെ സഹായിച്ച് അവിടെ ഒരു ക്ഷേത്രം പണിത്. ആ ക്ഷേത്രമായി ഇപ്പോൾ ഇരിക്കുന്നത്. ആ ക്ഷേത്രം പണിത് അവിടെ ഇവർ നിത്യപൂജയും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്യും, കീർത്തനങ്ങളൊക്കെ രചിക്കും. ഇങ്ങനെ കാലങ്ങൾ കുറച്ച് കടന്നുപോയി അവർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ആളില്ലാത്തൊരു അവസ്ഥ വന്നു.
അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ദേവസ്വം ബോർഡിന് വിട്ടു കൊടുത്തു. അത് കഴിഞ്ഞിട്ടിപ്പം നവരാത്രി കാലത്ത് 9 ദിവസം പൂജകൾ, വിശേഷ പൂജകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നാൾ മുമ്പ് വരെ ഞങ്ങളുടെ മഠക്കാരും അവരുടെ മഠക്കാരും ജോയിൻ്റായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അവിടുത്തെ ഉപദേശക സമിതി എന്നും പറഞ്ഞ് ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാർ എല്ലാവരും കൂടി ചേർന്ന് ഒരു കലാപരിപാടികളും ഒക്കെ നടത്തുന്നുണ്ട്. ഇടയ്ക്ക് ക്ഷേത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് വെടിപ്പാക്കി. എന്നാലും കുറച്ച് വർക്കൊക്കെ കൂടെ അവിടെ ചെയ്യാനുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റേജും ഒരു ഓഡിറ്റോറിയം ഒക്കെ പണിയാൻ സാധിക്കും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നവരാത്രി കാലത്ത് ധാരാളം ആൾക്കാർക്ക് വരാനും ഈ ആരാധനയൊക്കെ നടത്താനും ഒക്കെ സാധിക്കും. അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മീനാക്ഷി എന്ന് പറഞ്ഞ എൻ്റെ അമ്മുമ്മ ഒരുപാട് കീർത്തനങ്ങളൊക്കെ ഈ ദേവിയെക്കുറിച്ച് പിന്നെ എഴുതിയിട്ടുണ്ട്. അന്നൊക്കെ ഈ താളിയോലയിലാണ് ഇതൊക്കെ എഴുതുന്നത്. ആ താളിയോല ഇവിടെ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഇത് എങ്ങനെയോ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ എത്തിച്ചേർന്ന്. അപ്പം അതിൽ ഒരുപാട് കീർത്തനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട്. വലിയ വിദ്യാഭ്യാസവും ഒന്നും ഉള്ള ആളായിരുന്നില്ല പുള്ളിക്കാരത്തി. അപ്പം ഈ ദേവിയുടെ അനുഗ്രഹവും കൊണ്ട് പുള്ളിക്കാരത്തിയുടെ പിന്നെ എന്നെ പറയുന്നത് അന്തരാത്മാവിൽ നിന്നുള്ള ആ ഒരു ബഹിർസ്ഫുരണമായിരുന്നു ഈ കീർത്തനങ്ങൾ. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് വലിയ അഭിമാനം ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മധുര മീനാക്ഷിയുടെ ചൈതന്യവും ഉണ്ട്, മൂകാംബിയുടെ സാന്നിധ്യം ഉണ്ട്. മൂകാംബി എന്ന് പറഞ്ഞാൽ സരസ്വതി ഉണ്ട്. അത് ഈ നവരാത്രി കാലത്താണ് ആ സാന്നിധ്യം കൂടുതൽ അവിടെ അനുഭവപ്പെടുന്നത്. അപ്പം ഇപ്പം ഒരുപാട് കുട്ടികൾ ഈ വിദ്യാരംഭം നടത്താനായിട്ടൊക്കെ അവിടെ വന്ന് എഴുത്തിനൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് വേറൊരു കുടുംബക്ഷേത്രവും പരിപ്പിലുണ്ട്. കുന്നുംപുറത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അതും ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രമാണ്. അതേക്കുറിച്ച് ഇനി ഒരു അവസരത്തിൽ പറയാം. ശ്രീപുരം ദേവി ക്ഷേത്രത്തിലെ പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ചെറുപ്രായത്തിൽ ഒരു സ്ത്രീ, അതായത് വനിത, പൂജിച്ച് പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ ഒരു സരസ്വതി ക്ഷേത്രം ഇതാണ് എന്നാണ് ഐതിഹ്യം. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം, ഇവിടെ വന്ന് നവരാത്രി കാലത്ത് മഞ്ഞൾപ്പറ ദേവിക്ക് സമർപ്പിക്കുന്നത് വിവാഹം തടസ്സം മാറിക്കിട്ടാനും വിവാഹിതരായവർക്ക് വിവാഹത്തിന് ശേഷമുണ്ടാകുന്ന എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ മാറാനും വളരെ ഉത്തമമാണ്. ഈ രണ്ട് കാര്യം ഈ അമ്പലത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് വേണം കണക്കാക്കാൻ.